Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൈആക്സിയൽ ബെൻഡിങ്ങിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഷോർട്ട് കോളം അണ്ടർ ബൈആക്സിയൽ ബെൻഡിങ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു പ്രോബ്ലമാണ്. അതായത് ഒരു ഡിസൈൻ പ്രൊസീജിയറുള്ള ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലം എങ്ങനെയാണ്? ഡിറ്റർമൈൻ ദ റീഇൻഫോഴ്സ്മെൻറ്റ് ഓഫ് എ കോളം ഓഫ് എ ബ്രേസ്ഡ് ഫ്രെയിം ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. Size of the column is 400 by 600 mm. PU is equal to 2000 kilonewton. MUX is equal to 160 kilonewton meter. MUY equal to 120 kilonewton meter. Unsupported length of column is equal to 4 meter. Cover is equal to, effective cover is equal to 60 mm. Use M20 grade concrete and FE 415 grade steel. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു ആക്സിയൽ ലോഡ് തന്നിട്ടുണ്ട്, രണ്ട് മൊമെൻറ്റ് തന്നിട്ടുണ്ട്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ ആക്സിസ് തന്നിട്ടുണ്ട്, പിന്നെ കോളത്തിൻ്റെ സൈസ് തന്നിട്ടുണ്ട് 400 by 600, പിന്നെ അൺസപ്പോർട്ടഡ് ലെങ്ത്ത് 4 മീറ്റർ തന്നിട്ടുണ്ട്, ഇഫക്റ്റീവ് കവർ D' 60 mm തന്നിട്ടുണ്ട്, M20 ഗ്രേഡ് സ്റ്റീലാണെന്നും FE 415 ആണെന്നും തന്നിട്ട് ജസ്റ്റ് അതൊക്കെ ഇവിടെ ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ DX നമുക്ക് 600 എന്ന് എടുക്കാം. അതായത് DX ഈക്വൽ ടു 600. BD എന്നുള്ളത് നമ്മൾ എന്താണ്, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് DX DY എന്ന് എടുക്കാൻ പോവാണ്. DX DY ഈക്വൽ DY അപ്പോൾ 400. DY is equal to 400 mm. And PU, axial load 2000 kilonewton. MUX 160 kilonewton meter. MUY 120 kilonewton meter. Unsupported length L is equal to 4 meter. D' is equal to 60 mm. FCK is equal to 20 Newton per mm square. FY is equal to 415 Newton per mm square. ഇതൊക്കെയാണ് ഗിവൺ വാല്യൂസ്. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് എടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു? ഫസ്റ്റ് സ്റ്റെപ്പ് 1, ഇഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കുക. ഫൈൻഡ് ഇഫക്റ്റീവ് ലെങ്ത്. ഇതൊരു ബ്രേസ്ഡ് കോളാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ബ്രേസ്ഡ് കോളത്തിൻ്റെ, ബ്രേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്ററലി രണ്ട് എൻഡിലും സപ്പോർട്ടഡ് ആയിരിക്കും, ലാറ്ററലി സപ്പോർട്ടഡ് ആയിരിക്കും. അത് അപ്പോൾ നമുക്ക് എന്താണ് 0.7 to 1 ഇടയിലുള്ള വാല്യൂസ് ആണ് വരിക. ഐദർ എന്താണ് ഹിഞ്ച്ഡ് സപ്പോർട്ട് ആവും അല്ലെങ്കിൽ ഫിക്സ്ഡ് സപ്പോർട്ട് ആവും. അപ്പോൾ അതിൻ്റെ കേസസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 0.7 to 1 ഇടയിലാണ് കെൻ്റെ വാല്യൂസ് വാരി ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്താണ് ഒരു ആവറേജ് വാല്യൂ എടുക്കാം, 0.85 എന്ന് എടുക്കാം. അപ്പോൾ K is equal to 0.85. അപ്പോൾ LE നമുക്കിവിടെ LEXും ഉണ്ട്, LEYയും ഉണ്ട്. അപ്പോൾ LEX ഈക്വൽ ടു LEY is equal to K ഇൻറ്റു അൺസപ്പോർട്ടഡ് ലെങ്ത്. അപ്പോൾ K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.85 ആണ്. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മീറ്റർ ആയിരുന്നു, 4000. അപ്പോൾ 3.4 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് LEXൻ്റെയും LEYൻ്റെയും വാല്യൂ. അടുത്ത സ്റ്റെപ്പ് ചെക്ക് ഫോർ സ്ലെൻഡർനെസ് റേഷ്യോ. അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ LEX by DX. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു LEXൻ്റെ കൂടെ ഏറ്റവും എന്താ പറയുക ലാർജസ്റ്റ് ആയിട്ടുള്ള ഡയമെൻഷൻ എടുക്കുക. അപ്പോൾ LEX നമ്മൾ 600 ആണ് എടുത്തത്. അപ്പോൾ LEX ഈക്വൽ ടു 3.4 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 600. We get it as 5.66 which is less than 12. പിന്നെ LEY ഡിവൈഡഡ് ബൈ LY DY is equal to 3.4 into 10⁻³ divided by
400 is equal to 8.5. അതും എന്താണ് 12-നെക്കാട്ടിലും കുറവാണ്. അപ്പോൾ നമുക്ക് എന്താണ് സ്ലെൻഡർനെസ് റേഷ്യോ ഓക്കെ ആണ്, ഷോർട്ട് കോൾ ആണ്. ദിസ് ഈസ് എ ഷോർട്ട് കോളം. അടുത്തത് സ്റ്റെപ്പ് 4 വരുന്നത് check for minimum eccentricity. Sorry, step 3, check for minimum eccentricity. അപ്പോൾ EX minimumത്തിൻ്റെ വാല്യൂ EX minimum is equal to unsupported length divided by 500 plus dx divided by 30. അപ്പോൾ we get it as unsupported length ആണ്. അപ്പോൾ 4 into 10 raised to 3 divided by 500 plus dx എന്ന് പറഞ്ഞാൽ 600 divided by 30. നമുക്കത് 28 എന്ന് കിട്ടും. പിന്നെ എന്താണ് 20 ഉണ്ടാവും. ഇതിലെ മാക്സിമം വാല്യൂ ആണ് എടുക്കുക. അതേപോലെ ഈ മിനിമം ഈ y മിനിമം L by 500 plus dy by 30 is equal to 400 into 10 raised to 3 divided by 4 into 10 raised to 3 divided by 500 plus 400 by 30. അത് കിട്ടുന്നത് 21.33 പിന്നെ 20. അപ്പോൾ ഇതിലെന്താണ് 20-നെക്കാട്ടിലും കൂടുതലാണ് ഈ രണ്ട് വാല്യൂസും. അപ്പോൾ നമുക്ക് 28 എന്ന് എടുക്കാം. 28 ഇവിടെ 21.33. ഇനി നമുക്ക് എത്രയാണ് എന്താണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എക്സെൻട്രിസിറ്റി എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് mu x by pu. That is equal to 160 into 10 raised to 6 divided by pu എന്ന് പറഞ്ഞാൽ 2000 into 10 raised to 3. അത് 80 mm ആണ്. അതേപോലെ EY എന്ന് പറഞ്ഞാൽ mu y by pu is equal to 120 into 10 raised to 6 divided by 2000 into 10 raised to 3 is equal to 60 mm. അപ്പോൾ നമുക്ക് മിനിമം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 ആണ്. അല്ലെങ്കിൽ ഇതിൽ മാക്സിമം ഇപ്പോൾ EX മിനിമത്തിലുള്ളത് 28 ആണ്. EX നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് 80 ആണ്. അപ്പോൾ എന്താണ് ഓൾറെഡി നമ്മൾ മിനിമം പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാട്ടിലും കൂടുതൽ എന്താണ് EX ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താണ് MXO MYO MUXO MUYO നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇപ്പോൾ EX എന്നുള്ളത് ഒരു 15 ആ റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്താണ് അത് 28 ആക്കി എടുത്ത് നമ്മൾ MUXൻ്റെ വാല്യൂ അല്ലെങ്കിൽ MUYൻ്റെ വാല്യൂ എന്താണ് റീകൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് എന്താ പറയുക നമുക്കിപ്പോൾ ഓക്കെ ആണ് ഈ ഒരു സ്റ്റെപ്പ്. ഇനി അടുത്ത വരുന്നത് സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് ട്രയൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. സെലക്ഷൻ ഓഫ് ട്രയൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ PT 1% എന്ന് എടുക്കുകയാണ്. 1% എന്ന് എടുക്കുകയാണ്. PT is equal to PT by FCK is equal to PT 1 ആണ് ഡിവൈഡഡ് ബൈ FCK 20 ആണ് 0.5% എന്ന് കിട്ടും. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 5. സ്റ്റെപ്പ് 5 വരുന്നത് എന്താണ് യൂണി ആക്സിയൽ മൊമെൻറ്റ് അബൌട്ട് എക്സ് ആൻഡ് വൈ ആക്സിസ് കണ്ടുപിടിക്കണം. അതായത് എന്താ യൂണി ആക്സിയൽ മൊമെൻറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ ആക്സിസ്. അതെന്താണ് MUX1. അപ്പോൾ നമ്മൾ MUX1 കണ്ടുപിടിക്കാൻ പോവാണ്. MUX1 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് d'/dx എടുക്കണം. ഇറ്റ് ഈസ് ഈക്വൽ ടു 60/600
0.1. പിന്നെ നമ്മളെന്താണ്, നമുക്ക് ചാർട്ട് സെലക്ട് ചെയ്യണം. ഇനി അടുത്ത സ്റ്റെപ്പ് ചാർട്ട് സെലക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് FY എന്ന് പറഞ്ഞാൽ 415 ആണ്. നമ്മൾ റെക്ടാങ്കുലർ സെക്ഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 4 സൈഡ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ FY 415, നമുക്ക് കിട്ടിയ d'/d വാല്യൂ എന്ന് പറഞ്ഞാൽ 0.1 ആണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ചാർട്ട് നമ്പർ 44. ചാർട്ട് നമ്പർ 44 ഇൻ പേജ് നമ്പർ 129. എടുക്കുക. അതിൽ നമുക്ക് P ബൈ ചാർട്ട് 44 SP16 എടുക്കുക. PU ബൈ FCK DX DY is equal to 2000 10⁻³ divided by FCK 20 into 600 into 400 is equal to 0.416 എന്ന് കിട്ടും. അത് 0.42. അങ്ങനെ നമ്മൾ എന്താണ്, ഈ ഒരു ചാർട്ടിൽ നിന്ന് MU ബൈ FCK BD സ്ക്വയർ എടുക്കണം. ഇത് നമ്മൾ ഒരുപാട് വട്ടം എടുത്താണ്ട് ഞാനത് പറയുന്നില്ല. ഞാൻ എന്തായാലും വാല്യൂ എടുത്ത് എഴുതാൻ പോവാണ്. MU x1 ഡിവൈഡഡ് ബൈ FCK. അപ്പോൾ നമുക്ക് ഇവിടെ DY ഇൻറ്റു DX സ്ക്വയർ എന്നായിരിക്കും. അതായത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് എടുക്കുന്നത്. അതിൻ്റെ ആ വാല്യൂവിൻ്റെ സ്ക്വയർ ആണ് നമ്മളിവിടെ എടുക്കാൻ പോവുക. അപ്പോൾ MU x1 എത്രയാണ് വാല്യൂ? MU x1 നമുക്കറിയില്ല. നമുക്ക് ഈ ഒരു ചാർട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന MU x1 ബൈ FCK DY DX സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.07 ആണ്. ചെക്ക് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, MU x1 ഈസ് ഈക്വൽ ടു 0.07 ഇൻറ്റു 20. DY 400 ആണ്. DX സ്ക്വയർ 600 സ്ക്വയർ ഈസ് ഈക്വൽ ടു 201.6 ഇൻറ്റു 10⁻⁶ എന്ന് കിട്ടും. അത് 201.6 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ എന്താണ്, നമുക്ക് MU x1 കിട്ടും. ഇപ്പോൾ ഈ ഒരു MU x1 എന്നുള്ള നമുക്ക് കിട്ടുന്നതിൻ്റെ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ MU x. നമുക്ക് എന്താണ്, MU x 160 ആണ്. അപ്പോൾ നമുക്കിവിടെ ഓക്കെ ആണ്. ഈ ഒരു കേസിൽ ഇവിടെ ഓക്കെ ആണ്. നെക്സ്റ്റ് നമ്മൾ MU y1 കണ്ടുപിടിക്കണം. MU y1 അതിൽ നമ്മൾ D'/dy ആണ് എടുക്കേണ്ടത്. അതായത് 60 by 400. That will be equal to 0.15. PUൻ്റെ വാല്യൂ PU by FCK DY DX is equal to 2000 into 10⁻³ 20 into 400 into 600 is equal to, നമുക്ക് സെയിം ആണ്, അതായത് 0.42. ഇനി അടുത്തത് MU y1, അത് ചാർട്ടിൽ നിന്ന്. ഇപ്പോൾ നമുക്ക് ഈ ഒരു കേസ് വരുമ്പോൾ ചാർട്ട് മാറിയിട്ടുണ്ടാവും. അത് ഏതാണെന്ന് നോക്കുക. നമുക്ക് കിട്ടുന്ന ചാർട്ട് അപ്പോൾ ചാർട്ട് 45 ആയിരിക്കും. ചെക്ക് ചെയ്യാം. ചാർട്ട് 45ൽ എന്താണ്, ഓക്കെ. അപ്പോൾ MU y1 ഈസ് ഈക്വൽ ടു എന്താണ്, ഡിവൈഡഡ് ബൈ FCK B അല്ല, എന്താണ്, DX DY സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.06 എന്ന് കിട്ടും. ചാർട്ടിൽ നിന്ന് ചെക്ക് ചെയ്യാം. MU y1 is equal to 0.06 into 20 into DX 600 DY 400 square, that is equal to 115.2 kilonewton meter എന്ന് കിട്ടും. ഓക്കെ,
നമ്മൾ എന്താണ് ചെക്ക് ചെയ്യണം, MUY1 എന്താണ് MUY-നെക്കാട്ടിലും കൂടുതലായിരിക്കണം. നമുക്ക് കിട്ടുന്ന വാല്യൂ 115.2 ആണ്. നമുക്ക് ഓൾറെഡി ഉള്ള MUY-യുടെ വാല്യൂ 120 ആണ്. അപ്പോൾ ഏതാണ് ഗ്രേറ്റർ? MUY ആണ് ഗ്രേറ്റർ. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത PT-യുടെ വാല്യൂ സഫീഷ്യൻ്റ് അല്ല. അതുകൊണ്ട് നമ്മൾ റീഡിസൈൻ ചെയ്യണം. ഗോ ഫോർ റീഡിസൈൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോവാണ്. അതായത് നമ്മൾ ഓൾറെഡി എടുത്ത സ്റ്റെപ്പ് 4 തന്നെ തിരിച്ചു പോവാണ്. സ്റ്റെപ്പ് 4ക്ക് റിട്ടേൺ ആയി ഒരു ട്രയൽ PT ഈസ് ഈക്വൽ ടു അടുത്തത് ഞാൻ 1.3% അസ്യൂം ചെയ്യാണ്. PT ബൈ FCK ഈസ് ഈക്വൽ ടു 1.3 ഡിവൈഡഡ് ബൈ 20, 0.065 എന്ന് കിട്ടും. അടുത്തത് D dash by DX that is equal to നേരത്തെ പോലെ തന്നെ 0.1 എന്ന് കിട്ടും. പിന്നെ PU by FCK DX DY is equal to നേരത്തെ പോലെ തന്നെയാണ് കിട്ടുക. വാല്യൂസ് ഒന്നും മാറുന്നില്ല, 0.42 കിട്ടും. ഇനി അടുത്ത MUX, അതായത് ഇത് വെച്ചിട്ട് നമ്മൾ ചാർട്ട് സെലക്ട് ചെയ്യണം. ചാർട്ട് സെയിം ചാർട്ട് തന്നെയാണ്, ചാർട്ട് നമ്പർ 44. അപ്പോൾ MUX1 ഈസ് ഈക്വൽ ടു ഇവിടെ FCK DY DX സ്ക്വയർ ഈസ് ഈക്വൽ ടു 0.08 എന്ന് കിട്ടും. MUX1 ഈസ് ഈക്വൽ ടു 0.08 ഇൻറ്റു 20 ഇൻറ്റു 400 ഇൻറ്റു 600 സ്ക്വയർ. That is equal to 250.6 into 10 raised to 6 Newton mm. That is equal to 250.6 kilonewton meter. അങ്ങനെ വീണ്ടും MUX1 കിട്ടി. അത് ഗ്രേറ്റർ ദാൻ എത്രയാണ്? 160 ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ MUX ആണ്, ഓക്കെ ആണ്. വീണ്ടും MUY1 കണ്ടുപിടിക്കണം. MUY1 അതിന് D dash by DY equal to 0.1, PU by FCK DX DY is equal to 0.41 ആയിരിക്കും. ഇവിടെ 15 ആയിരിക്കും. ചാർട്ട് 45 എടുക്കുക. അതിന് MUY1 ഡിവൈഡഡ് ബൈ FCK DX DY സ്ക്വയർ എത്രയാണെന്ന് നോക്കുക. നമുക്ക് കിട്ടുക 0.07 എന്നാവും MUY. അപ്പോൾ നമുക്ക് കിട്ടുന്ന MUY1 വാല്യൂ 134.4 kilonewton per meter എന്ന് കിട്ടും, which is greater than MUY. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസൈൻ അവിടെ ഓക്കെ ആവുകയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പോകാനുള്ളത് PUZ കണ്ടുപിടിക്കണം. സ്റ്റെപ്പ് 6 വരുന്നത് PUZ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് 2 മെത്തേഡ് ഉണ്ടായിരുന്നു PUZ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്, രണ്ടാമത്തത് ഒരു ചാർട്ട് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ചാർട്ട് യൂസ് ചെയ്തിട്ടാണ്. അതായത് ചാർട്ട് നമ്പർ 63 എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ആ ചാർട്ട്. ഇതാണ് ചാർട്ട് നമ്പർ 63 പേജ് നമ്പർ 148. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PT ഇവിടെയുണ്ട്. അതിൽ നിന്ന് FYയിലോട്ട് മാച്ച് ചെയ്യുക. 3 ലീനിയർ ലൈൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിലോട്ട് മാച്ച് ചെയ്യുക. അതിൽ നിന്ന് താഴോട്ട് FCK, അതായത് 4 FCK വാല്യൂസിനുള്ള ലീനിയർ ലൈൻസ് ഇവിടെ കാണുന്നുണ്ട്. അതിൽ നിന്ന് PU by AG എന്നുള്ള ഈ ഒരു ഇൻ്റർസെപ്റ്റ്സിലോട്ട് നമ്മൾ മാച്ച് ചെയ്യാം.
അങ്ങനെയാണ് നമുക്ക് എന്താണ് വാല്യൂ കിട്ടാൻ പോകുന്നത് പി യു സെഡ് ബൈ ഏജിൻ്റെ. അപ്പോൾ നമ്മൾ എന്താണ് പി യു സെഡ് കറസ്പോണ്ട് ടു പി ടി ബൈ 1.3% കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ 1.3% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ട് വരും 1.3 ഇവിടെ. അതിൽ നിന്ന് എന്താണ് ഈ 415 മാച്ച് ചെയ്യാം. അതിൽ നിന്ന് താഴേക്ക് 20 മാച്ച് ചെയ്യാം. അതിൽ നിന്ന് ഇങ്ങനെ ഇതിലോട്ട് മാച്ച് ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ നടുക്കായിട്ട് കിട്ടും. നമുക്കത് 13% ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ പി യു സെഡ് ബൈ എ ജി ഈസ് ഈക്വൽ ടു 13. ഓക്കെ, അപ്പോൾ പി യു സെഡ് ഈസ് ഈക്വൽ ടു 13 ഇൻറ്റു എ ജി എന്ന് പറഞ്ഞാൽ 600 ഇൻറ്റു 400 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.12 ഇൻറ്റു 10⁶6 ന്യൂട്ടൺ. അങ്ങനെ എന്താണ് പി യു സെഡ് ബൈ എ ജി കിട്ടി. ഇനി നമ്മൾ പി യു ബൈ പി യു സെഡ് നമ്മൾ വേറൊരു ചെക്കിലോട്ട് കൂടിയാണ് പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇൻ പേജ് നമ്പർ നെക്സ്റ്റ് പേജിൽ തന്നെ, അതായത് ചാർട്ട് നമ്പർ 64 ഇതിൽ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു അതായത് ഇതിൻ്റെ എക്സ് ആക്സിസിൽ എം യു എക്സ് ബൈ എം യു എക്സ് വണ്ണിൻ്റെ വാല്യൂസ്, ഇവിടെ എം യു വൈ ബൈ എം യു വൈ വൺ ആൻഡ് പി യു ബൈ പി യു സെഡ്. ഇങ്ങനെ ഇതിൻ്റെ എന്താണ് ഓരോരോ വാല്യൂസിനും എന്താ പറയുക 3 ഗ്രാഫുകളായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്താണ് ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യണം. അപ്പോൾ പി യു ബൈ പി യു സെഡ് ഈസ് ഈക്വൽ ടു പി യു സെഡ് എത്ര കിട്ടിയത് 3.12 ഇൻറ്റു 10⁶6, അത് 0.64 എന്ന് കിട്ടും. പിന്നെ എം യു എക്സ് ബൈ എക്സ് വൺ എം യു എക്സ് ബൈ എക്സ് വൺ ഈസ് ഈക്വൽ ടു എം യു എക്സ് എത്രയായിരുന്നു 160 ഇൻറ്റു 160 ഡിവൈഡഡ് ബൈ എം യു എക്സ് വൺ 230 ഈസ് ഈക്വൽ ടു 0.694. എം യു വൈ ബൈ എം യു വൈ വൺ ഈസ് ഈക്വൽ ടു 120 ഡിവൈഡഡ് ബൈ 134.4 is equal to 0.87. അപ്പോൾ ഈ 3 വാല്യൂസ് വെച്ചിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എം യു വൈക്ക്, അതായത് ഈ ഒരു എം യു വൈ ബൈ വൈ വണ്ണും പി യു ബൈ പി സെഡും ഈ സെയിം വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം യു എക്സ് ബൈ എം യു എക്സ് വണ്ണിൻ്റെ വാല്യൂ ഈ ചാർട്ടിൽ നിന്ന് നമ്മൾ എടുക്കണം. അപ്പോൾ എം യു വൈ ബൈ എം യു വൈ വൺ 0.87 ആണ്. 0.87 ഇവിടെ വരും. പി യു ബൈ പി യു സെഡ് 0.64, ചാർട്ട് ഇതാണ്. 87ഉം ഇവിടെയാണ് ചാർട്ട്. ഇവിടുന്ന് താഴോട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏകദേശം 0.35 ഒക്കെ ആയിരിക്കും കിട്ടുക. പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ, അതായത് നമുക്ക് നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.694 ആണ്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടിയ വാല്യൂ നമുക്ക് ഓൾറെഡി ഇതിൽ നിന്ന് കിട്ടുന്ന വാല്യൂവിനെക്കാട്ടിലും കുറവായതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്ത സ്റ്റീൽ സഫിഷ്യൻ്റ് അല്ല. അതുകൊണ്ട് എന്താണ് നമ്മൾ കുറച്ചുകൂടെ റീഇൻഫോഴ്സ്മെൻറ്റ് കൂട്ടിയിട്ട് വീണ്ടും ഡിസൈൻ ചെയ്യണം. അപ്പോൾ എന്താണ് എം യു എക്സ് ബൈ എം യു എക്സ് വൺ corresponding to എം യു വൈ ബൈ എം യു വൈ വൺ equal to 0.87 and പി യു ബൈ പി യു സെഡ് is equal to 0.64 is equal to 0.4. ഓൾമോസ്റ്റ് ആ വാല്യൂ ആണ് കിട്ടുക. ദിസ് വാല്യൂ ഈസ് ലോവർ ദാൻ actual value. Therefore, reinforcement need to be
ഇൻക്രീസ്ഡ്. അപ്പോൾ വീണ്ടും നമ്മൾ എന്താണ് റീഡിസൈൻ ചെയ്യാൻ പോവാം. റീഡിസൈൻ പി ടി നമ്മൾ കുറച്ച് ഹയർ വാല്യൂ ആയിട്ട് 2.4% സെലക്ട് ചെയ്യാം. പി ടി ബൈ എഫ് സി കെ ഇസ് ഈക്വൽ ടു പി ടി 2.6 ഡിവൈഡഡ് ബൈ 20 ഇസ് ഈക്വൽ ടു എത്രയാണ് 0.13%. ഈ ഡി ഡാഷ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 60/600. എല്ലാം സെയിം ആയിട്ട് ഇതൊക്കെ സെയിം ആയിട്ട് വരും. പി യു ബൈ എഫ് സി കെ ബി ഡി എക്സ് ഡി വൈ ഈസ് ഈക്വൽ ടു 2000 into 10⁻³ divided by FCK 20 400/600 is equal to 0.42. സെയിം വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ എന്താണ് ചാർട്ട് നമ്പർ 44 എടുക്കണം. ചാർട്ട് 44 എടുക്കുക. അതിൽ നിന്ന് mu(x1/fck dx dy dx സ്ക്വയർ എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് കിട്ടുക 0.15 എന്ന് കിട്ടും. അപ്പോൾ mu(x1) ഈസ് ഈക്വൽ ടു നമുക്ക് 432 kN/m എന്ന് കിട്ടും. ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അതേപോലെ ഇതെന്തായാലും എന്താണ് mu(x)നെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും. mu(x)നെക്കാട്ടിലും ഗ്രേറ്റർ ആണ്. ഇനി mu(y1) നമുക്ക് കിട്ടുക 268 kN/m എന്നായിരിക്കും. ഓക്കെ, അത് 120നെക്കാട്ടിലും ഗ്രേറ്റർ ആണ് mu(y). അപ്പോൾ എന്താണ് ഓക്കെ ആവാണ്. നമ്മൾ മറ്റേ ചെക്ക് ഒന്നുകൂടെ ചെയ്യാണ് ചാർട്ട് യൂസ് ചെയ്തിട്ട്. എന്താണ് ചാർട്ട് നമ്പർ 64ൽ എന്താ അതിന് മുന്നേ നമ്മൾ എന്താണ് 63 ചാർട്ടിൽ വെച്ചിട്ട് നമ്മൾ PUZ/AG കണ്ടുപിടിക്കണം. PUZ/AG കണ്ടുപിടിക്കുമ്പോൾ 17 എന്നായിരിക്കും കിട്ടുക. ഓക്കെ, PT 2.6ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് PUZ/AGയുടെ വാല്യൂ എടുക്കുക. എന്നിട്ട് എന്താണ് ഈ ഒരു ചാർട്ട്, അതായത് ചാർട്ട് 64ൽ വന്നിട്ട് ചെക്ക് ചെയ്യാം. PUZ കിട്ടുക 4080 kN എന്നായിരിക്കും. 4080 kN ഡിവൈഡഡ് ബൈ PU 2000 is equal to 0.49. പിന്നെ MUY/MUY1 is equal to 120 divided by 268. 0.8 is equal to 0.45. MUX divided by MUX1 is equal to 0.37. ഇനി എന്താണ് MUX divided by MUX1 corresponding to MUY/MUY1 equal to 0.45 and PUZ/PU equal to 0.49. നമുക്ക് കിട്ടുന്നത് 0.8 എന്നാണ്. അതെന്താണ് 0.37നെക്കാട്ടിലും കൂടുതലായതുകൊണ്ട് ഓക്കെ ആണ്. എന്താണ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത റീഇൻഫോഴ്സ്മെൻറ്റ് സഫീഷ്യൻ്റ് ആയതുകൊണ്ട് ഓക്കെ ആണ്. ഇനി നമ്മൾ എന്താണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള PT വാല്യൂ യൂസ് ചെയ്തിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കുക, ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കുക, പഴയ മെത്തേഡ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്പർ 7 AST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PT ഇൻറ്റു DX DY
divided by 100. 2.6 into 400 by 600 divided by 100 is equal to 6240 mm square. ഇത്രയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട AST. നമ്മൾ 25 mm ഡയാബാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. assume 25 mm diabas as longitudinal reinforcement. അപ്പോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട നമ്പർ ഓഫ് ബാർസ് വിൽ ബി ഈക്വൽ ടു 6240 divided by pi by 4 into 25 square. നമുക്ക് 12.71 എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ്ലി 12 numbers of ബാർസ് പ്രൊവൈഡ് ചെയ്യുക. 12 numbers of ബാർസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ എന്താണ് ലോഞ്ചിറ്റ്യൂണൽ റീൻഫോഴ്സ്മെൻറ്റ് നമുക്ക് കിട്ടും. ഇനി എന്താണ് അടുത്തത് lateral reinforcement, lateral ties. Step 8, design for lateral ties. അപ്പോൾ diameter of the bars എങ്ങനെയാ നമുക്കറിയുന്നത്? that should be maximum of 1/4 of the maximum longitudinal reinforcement, അതായത് 1/4 into 25 6.25 എന്ന് കിട്ടും. പിന്നെ 6 mm. അപ്പോൾ 6.25 കൺസിഡർ ചെയ്യുക. അതാണ് ഏറ്റവും വലിയ വാല്യൂ. പക്ഷേ നമുക്ക് എന്താ 6.25 ഇല്ലാത്തതുകൊണ്ട് വി ടേക്ക് ഇറ്റ് ആസ് 8 mm ഡയാബാസ്. 8 mm ഡയാബാസ് എടുക്കുക. പിന്നെ അടുത്തത് spacing of lateral ties will be minimum of എന്താണ് least dimension, that is equal to 400 mm. പിന്നെ എന്താണ് 16 into smallest longitudinal reinforcement, 16 into 25, that is equal to 400 and 300 mm. ഈ മൂന്നെണ്ണത്തിൽ മിനിമം വാല്യൂ എടുക്കുക. മിനിമം വാല്യൂ എത്രയാണ്? 300 mm. സോ എന്താണ് നമുക്ക് ലാറ്ററൽ ടൈസിൻ്റെ ഡയമീറ്ററും സ്പേസിങ്ങും കിട്ടി. ഇനി ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യണം? $400, $600, നമ്മൾ 4 സൈഡ്സിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്യുക. 16 നമ്പേഴ്സ് ഓഫ് 25 mm ഡയാബാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 12 numbers of 25 mm ഡയാബാസ് ആണ് ലോഞ്ചിറ്റ്യൂണൽ റീൻഫോഴ്സ്മെൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ലാറ്ററൽ ടൈസ്. $8 mm dia at 300 mm center to center distance. പിന്നെ d by d dash എത്രയായിരുന്നു? 60 ആയിരുന്നു. d dash ആണ്. d dash is equal to 60. അങ്ങനെ എന്തൊക്കെയാണോ വാല്യൂസ് ഉള്ളത് അതൊക്കെ ഇതിലൊന്ന് മാർക്ക് ചെയ്യാം. ഈ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. താങ്ക് യു.